പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുതി നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവർ, ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 20-ാം അധ്യായം അതിൻ്റെ 24-ാം വചനം. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. Acts chapter 20 verse 24. However, I consider my life worth nothing to me. My only aim is to finish the race and complete the task the Lord Jesus has given me, the task of testifying to the good news of God's grace. Amen. അത് നാം എല്ലാവരും കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അർഹിക്കാത്ത സ്ഥാനത്ത് നമുക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ ദാനമാകുന്നു കൃപ. ആ ദൈവകൃപയാലാണ് നാം ഇന്നും നിലനിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ആ ദൈവകൃപയുടെ സുവിശേഷത്തിന് നാം എല്ലാവരും സാക്ഷ്യം പറയേണ്ടതാകുന്നു. അപ്പോസ്തലനായ പൗലോസ് ഭൂമിയിൽ ജീവിച്ചപ്പോൾ തൻ്റെ ലൈഫിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ് മാത്രമല്ല, തനിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്തുവാണെന്നും തൻ്റെ എയിം എന്തുമായിരിക്കണമെന്നും അദ്ദേഹത്തിന് നല്ല തിരിച്ചറിവുണ്ടായിരുന്നു. അതുകൊണ്ട് തൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല എന്ന് പ്രാഗൽഭ്യത്തോട് വിളിച്ചു പറയുവാൻ അപ്പോസ്തലനായ പൗലോസിനിടയായി. പ്രിയ ദൈവമക്കളെ, അതുപോലെ തന്നെയാണ് ഈ ഭൂമിയിലും കർത്താവ് നമ്മെ ആക്കി വെച്ചിരിക്കുമ്പോൾ ദൈവകൃപയുടെ സുവിശേഷത്തിന് നാമും സാക്ഷികളായി തീരണമെന്നും നമുക്ക് നിയമിച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടി തികയ്ക്കണമെന്നും നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകളെ നാം ചെയ്തു തീർക്കണമെന്നും പല ഉദ്ദേശങ്ങളോടുകൂടെയാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അത് നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഈ ശരീരത്തെ, നമ്മുടെ പ്രാണനെ നാം വിലയേറിയതായി എണ്ണത്തില്ല. എല്ലാറ്റിനേക്കാളും ഉപരി ദൈവത്തിനാണ് മുൻസ്ഥാനം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് എല്ലാം സുഭിക്ഷമായിരുന്നപ്പോൾ, അല്ലെങ്കിൽ എല്ലാം തൻ്റെ പാത്തൊക്കെ സ്മൂത്തായിരുന്നപ്പോൾ, തൻ്റെ ലൈഫിൽ യാതൊരു പ്രതിസന്ധിയും പ്രതികൂലങ്ങളും ഒന്നും ഉണ്ടാകാതെ സന്തോഷത്തോടെ ഇരുന്നപ്പോഴല്ല ഈ വാക്ക് പറയുന്നത്. സ്തോത്രം. അത് 20-ാം അധ്യായം അതിൻ്റെ 19-20 വചനങ്ങളിൽ നാം വായിക്കുന്നു. വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു. ഹല്ലേലൂയ. Acts chapter 20 verse 19. I serve the Lord with great humility and with tears and in the midst of severe testing by the plots of my Jewish opponents. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഒപ്പനൻസ് ഉണ്ടായിരുന്നു. കാരണം കൂടാതെ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി തന്നെ വിഷമിപ്പിക്കുന്ന വ്യക്തികളുണ്ടായിരുന്നു. കണ്ണുനീരോടുകൂടെ താഴ്മയോടുകൂടെ തനിക്കുണ്ടായ പലരുടെ കൂട്ടുകെട്ടുകളാൽ ഉണ്ടായ കഷ്ടങ്ങളോടുകൂടെ താൻ കർത്താവിനെ സേവിച്ചു. ഈ ദൈവമക്കളെ, നാം ഇന്ന് കർത്താവിനെ സേവിക്കുമ്പോൾ എന്തെങ്കിലും ചില കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ, ചില ഇതുപോലത്തെ ടെസ്റ്റിങ്സ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ചില മനുഷ്യർ അവൻ വിരോധമായി നിൽക്കുമ്പോഴൊക്കെ നാം തളർന്നു പോകാറുണ്ട്, ക്ഷീണിച്ചു പോകാറുണ്ട്. നാം ഇനി കർത്താവിനെ സേവിക്കണമോ വേണ്ടയോ നാം ആലോചിക്കുന്നത്. എന്നാൽ ഇവിടെയോ അപ്പോസ്തലനായ പൗലോസ് വളരെ താഴ്മയോടും കണ്ണുനീരോടും അവൻ കൂട്ടുകെട്ടുകളാൽ ഉണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു. മാത്രമല്ല, പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായി വീടുതോറും നിങ്ങളോടും അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. സ്തോത്രം. You know that I have not hesitated to preach anything that would be helpful to you, but have taught you publicly, and from house to house I have declared to both Jews and Greeks that they must turn to God in repentance and have faith in our Lord Jesus. അപ്പോൾ പ്രയോജനമായത് യാതൊന്നും അപ്പോസ്തലനായ പൗലോസ് മറച്ചു വെച്ചില്ല. ഇന്ന് പലപ്പോഴും നാം
പലതും മറച്ചു വെച്ചാണ് മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുന്നത്. അല്ലെങ്കിൽ നാം മനുഷ്യപ്രീതി നേടേണ്ടതിന് പലതും മറച്ചു വയ്ക്കും. അത് ആമേൻ സ്തോത്രം, നാം മറച്ചു വയ്ക്കുമ്പോൾ നമുക്ക് തോന്നും അത് പറയേണ്ട ആവശ്യമില്ല, മറച്ചു വയ്ക്കാം. പക്ഷേ ദൈവം മുൻപാകെ അത് പ്രയോജനമുള്ളതാണ്. ആമേൻ നിത്യശിക്ഷാവിനെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും നാം പറയണം. പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കരുത്. ഹല്ലേലൂയ. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നാം ചെയ്യണം. സ്തോത്രം. മാത്രമല്ല ഹല്ലേലൂയ, ആമേൻ സ്തോത്രം സ്തോത്രം, അനേകരോട് അറിയിച്ചു, ഉപദേശിച്ചു. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം രണ്ടും അദ്ദേഹം അറിയിച്ചു. നാളുകളിൽ നമ്മെ തന്നെ ഒന്നുകൂടെ ദൈവകാര്യങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. ഈ ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് നാം യേശുവിനെ കണ്ടുമുട്ടി. യേശു കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. നാം യേശുക്രിസ്തു വിശ്വസിച്ചു, നാം മാനസാന്തരപ്പെട്ടു, നമ്മുടെ ഹൃദയം ദൈവത്തിനായി സമർപ്പിച്ചു, നമ്മുടെ കർത്താവും രക്ഷിതാവുമായി യേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിച്ചു, വായ്കൊണ്ട് ഏറ്റു പറഞ്ഞു, ജലത്തിൽ ജലസ്നാനം സ്വീകരിച്ചു, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചു. എന്നാൽ അത് കഴിഞ്ഞിട്ട് കർത്താവിന് നമ്മെ ഉടനെ എടുക്കാമായിരുന്നല്ലോ, സ്വർഗരാജ്യത്തിൽ നമ്മെ പ്രവേശിപ്പിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് വീണ്ടും നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്? ഈ ദൗത്യം നാം എല്ലാവരും ചെയ്യേണ്ടതിനാകുന്നു. സ്തോത്രം. ആയതിനാൽ ദൈവകരങ്ങൾ നമ്മെ ഇതിനെ സമർപ്പിച്ചുകൊണ്ട് ഒന്നുകൂടെ ഒരു മാനസാന്തരത്തിലേക്ക് നമുക്ക് തീരാം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനുള്ള വിശ്വാസം ആഴമായി സ്തോത്രം വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ നമ്മെ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഏത് കഷ്ടതയുടെ നടുവിലും ഏത് പ്രയാസങ്ങളുടെ നടുവിലും ഞാൻ ദൈവത്തെ സേവിക്കും, കർത്താവിനെ തന്നെ സേവിക്കുമെന്ന് ഉറച്ച തീരുമാനത്തോടെ എബ്രായ ബാലന്മാരെ നോക്കിക്ക് എരിയുന്ന തീച്ചൂള അവരുടെ കൺമുൻപാകെയാണ് ആ തീച്ചൂളയുടെ ചൂട് 7 മടങ്ങാക്കി വർദ്ധിപ്പിച്ചത്, ചൂട് കൂട്ടിയത്. എന്നാലും അവരുടെ തീരുമാനത്തിൽ ലേശം മാറ്റം ഭവിച്ചില്ല. ഹല്ലേലൂയ. അവർ അതിൽ തന്നെ ഉറച്ചു നിന്നു. അതുകൊണ്ട് തീ കൊണ്ട് ഉത്തരം വരണമെന്ന ദൈവം സ്തോത്രം. നീ അഗ്നിയിൽ കൂടി നടന്ന് വെന്തു പോകരുതെന്ന് അറിയിച്ചത് കർത്താവ് ആ അഗ്നിജ്വാലയുടെ നടുവിൽ ഇറങ്ങി തൻ്റെ ദാസന്മാരെ വിടുവിച്ചു. തീയുടെ മണം പോലും ലേശാതവണ്ണം അവരെ കർത്താവ് സൂക്ഷിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് നാം കർത്താവിനെ വിശ്വസ്തയോടെ സേവിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി ഏത് കഷ്ടം സഹിച്ച് നിലനിൽക്കുമ്പോൾ പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ ദൈവത്തിൻ്റെ മാനസാന്തരവും സുവിശേഷവും യേശുക്രിസ്തുവിന്റെ വിശ്വാസം മറ്റുള്ളവരോട് പറയുമ്പോൾ ചിലപ്പോൾ ലോകം നമ്മെ സ്തോത്രം വെറുത്തിരിക്കാം. നമുക്ക് പല കഷ്ടപ്പാടുകളും കൂട്ടുകെട്ടുകളും പല ഞെരുക്കങ്ങളും ഉണ്ടായിരിക്കാം. നമ്മെ സപ്പോർട്ട് ചെയ്യുന്നവർ അധികം കാണത്തില്ലായിരിക്കാം. പക്ഷേ നാം അവിടെ നിവർത്തിക്കുന്നത് നാം നിയമിച്ചിരിക്കുന്ന ഓട്ടം നാം തിരിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ നാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പ്രാണനെ നാം വിലയേറിയതാ എന്നാതെ കർത്താവിന് വേണ്ടി നിലനിന്നാൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് ജീവകിരീടം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവരായി തെളിഞ്ഞ ശേഷം കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. വാടാത്ത കിരീടം, ജീവകിരീടം, വളരെ പ്രശംസ കിരീടം ഒക്കെ കർത്താവ് നമുക്ക് വേണ്ടി സ്തോത്രം വെച്ചിരിക്കുന്നു. അത് പ്രാപിക്കേണ്ടതിന് ഭൂമിയിൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സേവിക്കാം. ഇവിടെ നാം വായിച്ചു ഹല്ലേലൂയ. നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ള ഒരു എയിം നമുക്കുണ്ടായിരിക്കണം. അത് നമ്മുടെ എഡ്യൂക്കേഷനെ കുറിച്ച്, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്കൊരു എയിമുണ്ട്. അതനുസരിച്ച് തന്നെ നാം കാര്യാദികൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ എയിം അറ്റൈൻ ചെയ്യുവാൻ, അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യുവാൻ, ആ ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെയാണ് സ്പിരിച്വലി എല്ലാവർക്കും ഒരു എയിം ഉണ്ടായിരിക്കും. നമുക്കെല്ലാവർക്കും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ടാസ്ക് ഉണ്ട്. നാം ആരും വെറുതെ വിശ്വാസികളായ അല്ലെങ്കിൽ വെറുതെ ഒരു ദേവദാസന്മാരാ ശുശ്രൂഷക്കാരാ ദൈവമക്കളായിരിക്കേണ്ടുന്നവരല്ല. സ്തോത്രം സ്തോത്രം. ദൈവത്തെ കൈയടിച്ച് പാടിയും ആരാധിച്ച് മുഖത്തുപ്പെടുത്തിയും അങ്ങനെ സ്വർഗരാജ്യത്തിൽ പോകേണ്ടുന്നവരല്ല. നമ്മെ ഓരോരുത്തരെയും കർത്താവ് ഓരോ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് നാം തിരിച്ചറിഞ്ഞ് നമ്മുടെ വെളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ടാസ്ക് അത് കംപ്ലീറ്റ് ചെയ്യുവാൻ, എയിം, ആ റേസ് ഫിനിഷ് ചെയ്യുവാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. അതിനാ ദൈവകരങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവ സ്വസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ അങ്ങ് നിങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. വചനപ്രകാരം നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നതിനർത്ഥ കർത്താവെ, ഈ നാളുകളിൽ അങ്ങയുടെ ഹിതം തിരിച്ചറിഞ്ഞ് കർത്താവ് ഞങ്ങളുടെ ലൈഫിനെ കുറിച്ച് നമ്മുടെ ഉദ്ദേശം ഞങ്ങൾ മനസ്സിലാക്കി കർത്താവ് എയിമോടുകൂടെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുവാൻ, ആ റേസ് ഫിനിഷ് ചെയ്യുവാൻ ഞങ്ങളെയും ഒന്ന് സഹായിക്കണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളുടെ കരങ്ങളെ ഞങ്ങളതിനെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവ് ഏത് പ്രതിസന്ധികൾ വന്നാലും പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും
ആമേ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. താഴ്മയോടും കണ്ണുനീരോടും കൂടെ കഷ്ടങ്ങൾ വന്നാലും അവിടെയും കർത്താവിനെ സേവിച്ചു ദൈവൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്തും മറച്ചു വയ്ക്കാതെ പ്രയോജനമുള്ളതൊക്കെ പറയുവാനും കർത്താവെ അനേകരും മാനസാന്തരത്തിലേക്ക് നയിക്കുവാനും യേശുക്രിസ്തുവിന്റെ വിശ്വാസം അനേകരോട് അറിയിക്കുവാൻ കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. ഈ അന്ത്യകാലത്ത് കർത്താവ് ഞങ്ങളെല്ലാവരും ശക്തമായി അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിനായ സ്തോത്രം. അതിനാൽ ദൈവകരങ്ങളെ ഞങ്ങളെ സമർപ്പിക്കുന്നു. അതിൻ്റെ ആത്മാവിനെ അധികമായ കടമൽ പകരണമേ കർത്താവിനെ താഴ്ത്തുന്നു സമർപ്പിക്കുന്നു യേശു ക്രിസ്തു ദിവ്യകാരമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം. ക്രിസ്തു നല്ല പിതാ.